പിന്നെ എൻ്റെ ജീവിതത്തിൽ മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് എനിക്ക് ഒരു അത്യാവശ്യം നല്ല ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫാർമസി പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് പല്ല് പറിക്കാൻ പോയിട്ട് ഡോക്ടർ എനിക്ക് ആന്റിബയോട്ടിക്കും പെയിൻ കില്ലേഴ്സും നീര് കുറയാനുള്ള മരുന്നും എല്ലാം കൂടി തന്നു. 5 ദിവസം കഴിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ കാനഡയിലാണെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു വിടും, ഇത് ആന്റിബയോട്ടിക് ആണ്, ഇത് 5 ദിവസം കഴിച്ച് 3 നേരം വീതം 5 ദിവസം കഴിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. മറ്റത് വേദനയും നീരും കുറയാനുള്ള മരുന്നാണ്, അത് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞു വിടും. നാട്ടിലെ ഡോക്ടർ, ഡെന്റൽ ഡോക്ടർ എനിക്കിത് തന്നപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പാക്കറ്റിലാക്കി തന്നു. 5 ദിവസം കഴിക്കാൻ പറഞ്ഞു, 1 വീതം 3 നേരം എഴുതി. ഞാൻ ഈ ആന്റിബയോട്ടിക്കിന്റെ കൂടെ ഈ പെയിനും നീരും കുറയ്ക്കുന്ന മരുന്നും കൂടി എടുത്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പെയിൻ ത്രഷോൾഡ് ഉള്ള ഒരാളാണ്. എനിക്ക് പെയിനും വേദനയും ഒന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. എനിക്കറിയത്തില്ല പക്ഷെ ഇത് എടുക്കണ്ടെന്നുള്ള കാര്യം. ആന്റിബയോട്ടിക് മാത്രം കഴിച്ചാൽ മതിയായിരുന്നു. 5-ാമത്തെ ദിവസം മരുന്നൊക്കെ തീർന്നല്ലോ എന്ന് ആശ്വസിച്ച് ഞാൻ രാവിലെ പല്ല് തേക്കാൻ കണ്ണാടി ചെന്ന് നിൽക്കുമ്പോൾ തവളയെന്നൊന്നും പറഞ്ഞാൽ തവളയ്ക്ക് പോലും നാണക്കേടാവും, അതുപോലെയാണ് എൻ്റെ മുഖം ഇരിക്കുന്നത്. കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. കണ്ണ് ബൾജ് ചെയ്തിട്ടുണ്ട്, ചുണ്ട് 2 സൈഡിലോട്ടും ബൾജ് ചെയ്തിട്ടുണ്ട്, മുഖം പഫി ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് പറ്റിയെന്നറിയാൻ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്ന ഡോക്ടർ അടുത്ത് പോയി. ഡോക്ടർ, നീ എന്തൊക്കെ മരുന്ന് കഴിച്ചു? അപ്പൊ എനിക്ക് അറിയില്ല ഞാൻ എന്തൊക്കെ മരുന്ന് കഴിച്ചു എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ആ പാക്കറ്റ് ഒരെണ്ണം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഇത് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം ആണ്. അപ്പൊ എന്റെ വായ്ക്കകത്തെ തൊലിയെല്ലാം പോയിട്ടുണ്ട്, ഇവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് വലുതായിട്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ഞാൻ ഫാർമസിക്ക് പഠിക്കാൻ വേണ്ടി പോവാം. അപ്പൊ എന്നെ ചോദിച്ചു, നിനക്ക് ഇപ്പൊ തന്നെ പോണോ? നമ്മൾ പോണം, വൈകിച്ച് നല്ല റാഗിങ് കിട്ടും. അപ്പൊ നമുക്കറിയാലോ, വായിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നാൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ വാ മുതല് കുടല്, എലിമെന്ററി കനാൽ, ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം ഇതുപോലെ അകത്തെ ആ മ്യൂക്കസ് മെമ്പറൈൻ പോയിട്ടിരിക്കുകയാണ്. 6-7 മാസം എടുത്തു. എനിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാലും പഴവും ഒക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. അത് കഴിച്ചാൽ പോലും വയറ്റിൽ ഭയങ്കര പ്രശ്നമുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ വായ്ക്കകത്ത് നമുക്ക് തൊലി വന്ന് മൂടുന്ന പോലെ തന്നെ ഈ എൻ്റെ മുഴുവനായ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അകത്തെ ഭാഗങ്ങളുടെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ഒരു 7 മാസമെങ്കിലും വേണ്ടി വന്നിട്ടുണ്ടെന്നാണ് എനിക്കൊരു ഓർമ്മ. നമ്മൾ വീടിന് പുറത്തു പോയി നിൽക്കുകയാണ്, മംഗലാപുരത്താണ്, ഭക്ഷണം ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടില്ല. അങ്ങനെ ഒരുപാട് എൻ്റെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മളെ ഒരു മെസ്സഞ്ചർ ഒക്കെ ആക്കി മാറ്റുന്നത്. അപ്പൊ ഇനി ആരും ഇതുപോലെ മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ല. എന്നാലാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് കൂടിയാണ്. ലീന, മനുഷ്യർക്ക് ഇതുപോലെ അറിവ് പകരുന്ന പല ലേഖനങ്ങളും ഇനിയും ഉണ്ടാവട്ടെ, പല കഥകളും ഉണ്ടാവട്ടെ. All the very best and thank you so much for speaking with me. Thank you. Thank you for having me. Thank you for the entire team.